everyone, welcome to Bosco Campus Vision. This is Amrita T.S., Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is lecture 41 of Company Administration. Here I am dealing with Corporate Social Responsibility Committee, Section 135. The Companies Act 2013 introduced the concept of corporate social responsibility in India under Section 135. Every company having net worth of rupees 500 crore or more or turnover of rupees 1000 crore or more or net profit of rupees 5 crore or more during any financial year shall constitute a corporate social responsibility committee to the board. The committee shall consist of 3 or more directors, out of which one shall be an independent director. കമ്പനീസ് ആക്ട് 2013 ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാ കമ്പനീസും, അതായത് ടോട്ടൽ നെറ്റ് വർത്ത് 500 കോടിയിൽ കൂടുതലുള്ള കമ്പനിയാണെങ്കിൽ, അല്ലെങ്കിൽ 1000 കോടിയിൽ കൂടുതൽ സെയിൽസ് ടേൺ ഓവർ ഉള്ള കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 5 കോടിയിൽ കൂടുതലുള്ള കമ്പനീസ് ആണെങ്കിൽ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ നെറ്റ് വർത്ത് 500 ക്രോഴ്സിന് മുകളിലാണ്, അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ 1000 ക്രോഴ്സിന് മുകളിലാണ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 5 ക്രോഴ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ആ കമ്പനികൾ തീർച്ചയായിട്ടും ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. ദി കമ്മിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് 3 or more directors, out of which one shall be an independent director. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയിൽ 3 അതിൽ കൂടുതലോ ഡയറക്ടേഴ്സ് ആവാം, പക്ഷേ തീർച്ചയായും അതിലൊരാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. The committee shall formulate and recommend CSR policies to the board, which shall indicate the activities to be undertaken by the company, to recommend to the board the amount of expenditure needed, and shall monitor the CSR policy of the company from time to time. After taking into account the recommendations of the CSR committee, the board shall approve the CSR policy for the company. The content of the policy shall be disclosed in the board's report and shall also be placed on the company's website. The board shall ensure that all the activities as are included in the CSR policy are undertaken by the company. അപ്പോൾ എന്താണ് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? അതായത് ഒരുപാട് ലാഭമുണ്ടാക്കുന്ന കമ്പനീസ് അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം സൊസൈറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടി, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കൺസേൺസ്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന എല്ലാ കമ്പനീസും, അതായത് ലാഭം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ നെറ്റ്വർത്തുള്ള കമ്പനീസ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ടേൺ ഓവർ കൂടുതലുള്ള കമ്പനീസ് എല്ലാം അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, സാമൂഹിക സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയുടെ ചുമതലകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ CSR പോളിസീസ്, ഒരു കമ്പനി ആ ഫിനാൻഷ്യൽ ഇയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത് എന്ന് ഫോർമുലേറ്റ് ചെയ്യുക. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കുക. ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വർഷം ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതിന് എത്ര എമൗണ്ട് ആവും, എന്താണ് അതിൻ്റെ വരുന്ന എക്സ്പെൻഡിച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കുക, സമയാസമയങ്ങളിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ആക്ടിവിറ്റീസ് കമ്പനീസ് ചെയ്യുമ്പോൾ അത് നേരാവണ്ണം, അതായത് കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയുടെ ഒരു ചുമതലയാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയുടെ ശുപാർശകൾ, അതായത് ഈ വർഷം ഈ കമ്പനിക്ക് ചെയ്യാൻ സാധിക്കുന്ന CSR ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് എന്നുള്ള ശുപാർശകൾ അല്ലെങ്കിൽ സജഷൻസ് എല്ലാം പരിഗണിച്ചുകൊണ്ട് കമ്പനി ബോർഡ് ആ വർഷത്തെ CSR പോളിസീസ് അപ്രൂവ് ചെയ്യും. CSR പോളിസിയുടെ കണ്ടൻറ്റ്, അതായത് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് കമ്പനീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, ആ കണ്ടൻറ്റ് കമ്പനിയുടെ ബോർഡ്സ് റിപ്പോർട്ടിൽ, ആ വർഷത്തെ ബോർഡ്സ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിലും അത് അപ്ലോഡ് ചെയ്തിരിക്കണം. The board shall ensure that
all activities are as included in the CSR policy are undertaken by the company. അതായത് കമ്പനി ബോർഡ് ഉറപ്പ് വരുത്തണം നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി തീരുമാനിച്ച ഫോർമുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത എല്ലാ പോളിസീസും അല്ലെങ്കിൽ ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുള്ള CSR പോളിസീസ് എല്ലാം തന്നെ കമ്പനീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതെല്ലാം തന്നെ ആ വർഷം നടത്തിയിട്ടുണ്ട് എന്ന് കമ്പനി ബോർഡ് ഉറപ്പ് വരുത്തണം. Okay students, this is all for this session. Thank you for watching. Stay safe at home.